ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലർക്കും സമ്പന്നരാകണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷെ എത്രയൊക്കെ വിചാരിച്ചിട്ടും എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവരുടെ ജീവിതത്തിൽ അവർക്ക് സമ്പന്നരാകാൻ സാധിക്കുന്നില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് പലരും അന്വേഷിക്കുന്നു. പലരും മണി അഫർമേഷൻസ് യൂസ് ചെയ്യുന്നു, ഹോപ്പനോപ്പന പ്രെയർ യൂസ് ചെയ്യുന്നു. എന്തെല്ലാം ചെയ്തിട്ടും ദാരിദ്ര്യം അവരിൽ നിന്ന് വിട്ടുമാറുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളും ഈ അവസ്ഥയിലാണോ? എന്തെല്ലാം ചെയ്തിട്ടും എനിക്ക് എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ടുവരാൻ സാധിക്കുന്നില്ല, ഈ ഒരു അവസ്ഥയിലാണോ നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതെങ്കിൽ ഇത് യാദൃച്ഛികമായിട്ടല്ല, അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ എത്തിയതാണ്. ഇത് വിശ്വസിക്കൂ. നിങ്ങൾക്ക് റിസൾട്ട് വേണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക. വെറും രണ്ട് വാക്കുകൾ, അത് മാത്രം മതി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ. എന്താണ് ആ രണ്ട് വാക്കുകൾ എന്ന് അറിയുന്നതിന് മുന്നേ ഒരു കാര്യം. ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ബുക്കിൽ നിന്നാണ് ഈ എക്സസൈസ് നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. അദ്ദേഹം സമ്പന്നനാകാൻ വേണ്ടി, സമൃദ്ധി ആകർഷിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങളുള്ള ഒരു ബുക്ക് തന്നെ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട്. അതിലും അദ്ദേഹം പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. ഇനി അത് വായിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും സമ്പത്ത് എങ്ങനെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം എന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും അതൊന്നും വർക്ക് ചെയ്തിട്ടില്ല, മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്തിട്ടില്ല, ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ പോസിറ്റീവ് വൈബുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരിക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആവുക. മാർച്ച് മാസം മുതൽ നിങ്ങൾക്ക് അവിടെ ഫ്രീ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. എന്താണ് ആ രണ്ട് വാക്കുകൾ എന്നറിയുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ജിജ്ഞാസയോട് കൂടി ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം, നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് 10%, സബ് കോൺഷ്യസ് മൈൻഡ് 90%ആണെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്താണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട്. അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ പോയി കാണുക. ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കുതിരയ്ക്കാണോ ഒരു മനുഷ്യനാണോ ശക്തി കൂടുതൽ? ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക. ഉറപ്പായിട്ടും ഒരു കുതിരയ്ക്ക് തന്നെയാണ് ശക്തി കൂടുതൽ, അല്ലേ? പക്ഷേ കുതിരയെ നിയന്ത്രിക്കുന്നത് ആരാണ്? മനുഷ്യനാണല്ലേ. എങ്ങനെയാണ്? കുതിരയെ പലപ്പോഴും ജീനിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിൽ ഘടിപ്പിച്ചു കഴിഞ്ഞിട്ട് മനുഷ്യൻ കൊടുക്കുന്ന ചില മൂവ്മെന്റ്സ്, അതായത് ഒരു കിക്കാണെങ്കിൽ കിക്ക്, അത് വേണ്ട രീതിയിൽ, അതിന് വേണ്ട രീതിയിൽ അടിയും ഇടിയും എല്ലാം കൊടുത്തിട്ടാണ് ആ കുതിരയെ കൃത്യമായിട്ട് മനുഷ്യൻ നിയന്ത്രിക്കുന്നത്. അതിനെ കടിഞ്ഞാൻ പിടിക്കേണ്ട സമയത്ത് കടിഞ്ഞാൻ പിടിക്കുകയും അതിനെ കൃത്യമായിട്ട് അതിന് ഏത് പോയിന്റിലാണ് അതിനെ ടച്ച് ചെയ്യേണ്ടത്, ഏത് പോയിന്റിലാണ് അതിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ടച്ച് ചെയ്യേണ്ടത്, അതിനെ എൻഡ് ചെയ്യാനായിട്ട് ടച്ച് ചെയ്യേണ്ടത്, ഇതെല്ലാം പഠിച്ച കൃത്യമായിട്ടുള്ള ഒരു റൈഡർക്ക് മാത്രമാണ് കുതിരയെ ഓടിക്കാൻ സാധിക്കുള്ളൂ, അല്ലെ? അല്ലാതെ ആർക്കെങ്കിലും കുതിരയെ നിയന്ത്രിക്കാൻ സാധിക്കുമോ? ഇല്ല. കുതിര വളരെയധികം ശക്തിയുള്ള ഒരു ജീവിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കുതിരയെ പോലെ ഭയങ്കര പവർഫുൾ ആണ്, പക്ഷെ അതേസമയം വളരെ പാവവുമാണ്. കോൺഷ്യസ് മൈൻഡിന്റെ റോൾ എന്താണ്? മനുഷ്യൻ കുതിരയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന റോളാണ് കോൺഷ്യസ് മൈൻഡിനുള്ളത്. അപ്പൊ പവർഫുള്ളായ സബ് കോൺഷ്യസ് മൈൻഡിനെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡിന് തമാശ എന്താണ്, കാര്യം എന്താണെന്ന് മനസ്സിലാവില്ല. കുതിരയുടെ പുറത്ത് കയറി ഇരുന്നിട്ട് 2 തട്ട് കൊടുത്തിട്ട് അയ്യോ അത് ഞാൻ തമാശക്ക് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുതിര അതിന് കിട്ടിയ മെസ്സേജ് അനുസരിച്ചിട്ട് കുതിച്ചു പായുമല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. നമുക്ക് എവിടെയാണ് നമുക്ക് കൃത്യമായിട്ടുള്ള മെസ്സേജ് കിട്ടുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നത്. അപ്പൊ കുതിരയെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാലോ?
വളരെയധികം നന്നായിട്ട് നമുക്ക് കുതിര സവാരി നടത്താനും കുതിരയെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും സാധിക്കും. ശക്തിയുള്ള ഒരു കുതിരയെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് ശക്തിയുള്ള നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിയന്ത്രിച്ചാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഇതിനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി എങ്ങനെയാണ് നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. പലപ്പോഴും മണി അഫോർമേഷൻസ് പറയുമ്പോൾ അതിനകത്ത് പറയും ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണ് എന്ന്, അല്ലേ? അങ്ങനെ ഞാൻ സമ്പന്നനാണ് എന്ന് പറയുമ്പോൾ പോക്കറ്റിൽ ഒരു രൂപ പോലും ഇല്ലാത്തവൻ അല്ലെങ്കിൽ പേഴ്സിൽ ഒരു രൂപ പോലും ഇല്ലാത്ത ഒരാള് കോൺഷ്യസ് മൈൻഡിൽ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ടാണ് പറയുന്നത് ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണ്, അല്ലെങ്കിൽ അഫർമേഷൻസ് പറയുന്നത്, കേൾക്കുന്നത്, വായിക്കുന്നത് ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നയാണ് എന്നുള്ളത്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ മനസ്സിൽ എന്ത് നടക്കും? കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ല. പിന്നെ എങ്ങനെയാണ് സമ്പന്നയാണ്, സമ്പന്നനാണ് എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാവുക? ഈ ഒരു ടോക്ക് അവരുടെ ഉള്ളില്, മനസ്സിന്റെ ഉള്ളില് നടക്കും. ഇത് അവരെ എന്തിലേക്ക് നയിക്കും? മാനസിക സംഘർഷത്തിലേക്ക് നയിക്കും. അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്? റിവേഴ്സ് ഇഫക്റ്റ് വരുന്നത്. നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നു, നമുക്ക് വേണമെന്ന് തീരുമാനിക്കുന്നു, എഴുതുന്നു, പറയുന്നു, പ്രവർത്തിക്കുന്നു. പക്ഷെ നമുക്ക് ലഭിക്കുന്നതോ തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട്, അല്ലേ? ഇതിനെയാണ് ഡോക്ടർ ജോസഫ് മർഫി റിവേഴ്സ് ഇഫക്റ്റ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഈ റിവേഴ്സ് ഇഫക്റ്റിനെ നമുക്ക് എങ്ങനെ മറികടക്കാമെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഞാൻ സമ്പന്നനാണ് എന്ന് പറയുമ്പോൾ കോൺഷ്യസ് മൈൻഡ് ഉറപ്പായിട്ടും അതിനെ എതിർക്കും. അപ്പൊ അതിന് പകരം നമുക്ക് പറയാവുന്ന 2 വാക്കുകളാണ് വെൽത്ത് സക്സസ്. വെൽത്ത് സക്സസ്, അതായത് സമ്പത്ത് വിജയം, സമ്പത്ത് വിജയം. ഈ 2 വാക്കുകള് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മുടെ മനസ്സിന് എങ്ങനെയെങ്കിലും റിജക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സമ്പത്ത് എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. സമ്പത്ത് വിജയം എന്ന 2 കാര്യങ്ങൾ, ആ 2 മെസ്സേജുകൾ അതൊരാശയമാണ്, അല്ലേ? അതായത് സമ്പത്ത് എന്നുള്ളത് എനിക്ക് ചുറ്റുമുള്ള ഒരു കാര്യമാണ് എന്നെനിക്കറിയാം. വിജയം എന്നുള്ളത് എനിക്ക് വേണ്ട ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. ഇത് 2ഉം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ മനസ്സിന് അതിനെ എതിർക്കാൻ സാധിക്കില്ല, റിവേഴ്സ് ഇഫക്റ്റ് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പൊ ഇനി എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യേണ്ടതെന്നല്ലേ? നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ആ 5 നിമിഷമുണ്ടല്ലോ, ആ 5 നിമിഷത്തേക്ക് നിങ്ങൾ ഉറങ്ങുമ്പോൾ ഒരു എന്താ പറയാ, ഒരു താരാട്ട് പാട്ട് പോലെ സമ്പത്ത് വിജയം, വെൽത്ത് സക്സസ്, സമ്പത്ത് വിജയം, സമ്പത്ത് വിജയം, ഇങ്ങനെ വെൽത്ത് സക്സസ് അല്ലെങ്കിൽ സമ്പത്ത് വിജയം, ഇങ്ങനെ ഒരു താരാട്ട് പാട്ട് പോലെ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങൾ ബെഡിൽ ചെന്ന് നിവർന്ന് കിടന്ന് നിങ്ങളുടെ ബോഡിയെ ഫുള്ളായിട്ട് റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് സമ്പത്ത് വിജയം, സമ്പത്ത് വിജയം, സമ്പത്ത് വിജയം, ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു താരാട്ട് പാട്ട് പോലെ ഇത് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുക സന്തോഷത്തോടു കൂടി. സമ്പത്തിനെ കുറിച്ച് ഓർക്കുമ്പോഴും വിജയത്തെ കുറിച്ച് ഓർക്കുമ്പോഴും നമുക്ക് സന്തോഷമല്ലേ വരിക? അപ്പൊ സന്തോഷത്തോടു കൂടെ ഈ 2 വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങുക. അതിനുശേഷം നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോഴും ഉണർന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? സമ്പത്ത് വിജയം, സമ്പത്ത് വിജയം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുമ്പോൾ സബ് കോൺഷ്യസ് പവർഫുൾ ആണ്. അതെന്തിനു വേണ്ടിയിട്ട്? സമ്പത്തും വിജയവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളെയും കാര്യങ്ങളെയും ആകർഷിക്കാൻ തുടങ്ങും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് 21 ദിവസം തന്നെ ഫോളോ ചെയ്യണം. അതുകൂടാതെ നിങ്ങൾ അതിരാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴും ഈ 2 വാക്കുകള് മന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ട് എഴുന്നേൽക്കുക. അതുപോലെ കിടക്കയിൽ നിന്ന് വിട്ട് എഴുന്നേൽക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം ദൃഢനിശ്ചയത്തോടെ നിങ്ങളുടെ മനസ്സിൽ പറയണം. ഇന്ന് എന്നെ സംബന്ധിച്ച് അത്ഭുതകരമായൊരു ദിവസമാണ്. എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അതിന് ഞാൻ നന്ദിയുള്ളവനാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവളാണ്. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വേണം, ചിരിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ വേണം നിങ്ങൾ നിങ്ങളുടെ ദിവസത്തെ എതിരേൽക്കാൻ. അന്നത്തെ ഒരു ദിവസത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. അപ്പോൾ നിങ്ങളുടെ പവർഫുൾ ആയിട്ടുള്ള, കുതിര പോലെ ശക്തനായിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ നിയന്ത്രിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇത് കറക്റ്റ് ആണെന്ന് തെളിയിക്കുന്ന
ഒരുപാട് എക്സാമ്പിൾസ് മർഫിയുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് ഒരു ഫാർമസിസ്റ്റ്. അദ്ദേഹം തകർന്ന തരിപ്പണമായിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം ഇതേപോലെ മർഫിയുടെ ബുക്ക് വായിച്ചിട്ട് അദ്ദേഹം ഈ സമ്പത്ത് വിജയം എന്നുള്ളൊരു കാര്യം പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ വഴിയിൽ വെച്ച് കാണുകയും അദ്ദേഹം വലിയൊരു ഡീല്, ഒരുപാട് ലാഭം നൽകുന്ന ഒരു ഡീല് ഈ ഫാർമസിസ്റ്റിന് ഓഫർ ചെയ്യുകയും അങ്ങനെ ആ ഒരു ഡീല് വഴിയായിട്ട് അദ്ദേഹം അതിസമ്പന്നനായി മാറുകയും ചെയ്തു. വളരെ വേഗമാണ് ഈ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇത് റിയൽ ആയിട്ട് നടന്നൊരു കാര്യമാണ്. ഇത് ഡോക്ടർ ജോസഫ് മർഫി അദ്ദേഹത്തിന്റെ ബുക്കില് നമ്മൾക്ക് കൃത്യമായിട്ട് വിശദീകരിച്ച് തരുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇത് പ്രാക്ടീസ് ചെയ്താൽ 100% റിസൾട്ട് ഉറപ്പാണ്. പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന പലർക്കും റിസൾട്ട് കിട്ടുന്നില്ല. അതിന്റെ കാരണം എന്താണ് എന്ന് നോക്കിയാൽ നമ്മൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യും, പക്ഷേ ഒരു കാര്യം സംഭവിക്കും. എന്താണെന്നറിയാവോ? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ അതിന്റെ വില കാണുമ്പോൾ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു വലിയ കടയിൽ പോയിട്ട് ഒരു കോട്ട് ഇഷ്ടപ്പെട്ടു. ആ കോട്ടിന് ഒരു 1500 രൂപ വിലയാണ്. അയ്യോ, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ ജീവിതത്തിൽ ബ്ലോക്ക് വരികയാണ്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ പൈസ ചെലവാക്കുമ്പോൾ അയ്യോ എന്റെ കയ്യിലുള്ള പൈസ ഫുള്ള് തീർന്നു പോയല്ലോ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി സങ്കടത്തോടു കൂടി നമ്മൾ ചെലവാക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സമ്പത്ത് ആകർഷിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള മറ്റാരെങ്കിലും പണക്കാരനായി കഴിയുമ്പോൾ നമ്മൾ പറയാണ് അവന് എത്ര പെട്ടെന്നാണ് പണക്കാരനായത്, അത് മിക്കവാറും വല്ല കള്ളപ്പണവുമായിരിക്കും. അങ്ങനെ പണക്കാരെ കുറിച്ച് കുറ്റം പറയുക അത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ, അതായത് പ്രത്യേകിച്ച് പണമുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും പണം നമ്മുടെ അടുത്തേക്ക് വരില്ല. അതിന്റെ എക്സാമ്പിൾ എന്താന്ന് വെച്ചാല്, നമ്മൾക്ക് കൂട്ടുകാരുണ്ടെന്ന് വിചാരിക്കാം. അതിനകത്ത് നമ്മൾ ആരെങ്കിലും സ്ഥിരമായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവര് നമ്മുടെ കൂടെ പിന്നെ കൂട്ടുകൂടാൻ വരുമോ? നമുക്കൊരു ഗ്യാങ് ഉണ്ട്, അതിനകത്ത് ഒരാളെ നമ്മൾ എല്ലാവരും സ്ഥിരമായിട്ട് കുറ്റം പറയുകയാണെങ്കിൽ ആ ആള് പിന്നെ നമ്മുടെ ഗ്യാങ്ങിലേക്ക് വരുമോ? ഇല്ല, ഉറപ്പായിട്ടും വരില്ല, അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ്, നമുക്ക് പണം വേണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ എപ്പോഴും പണത്തെയും പണക്കാരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന പണം നമ്മുടെ അടുത്തേക്ക് വരും? തീർച്ചയായും വരില്ല. അപ്പോ നമ്മൾ പണത്തെ സ്നേഹിച്ചാൽ മാത്രമാണ് പണം നമ്മളെയും സ്നേഹിക്കുള്ളൂ, നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. അപ്പൊ നമ്മൾ പണത്തെ അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പണത്തെ സ്നേഹിക്കണം, പണത്തെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കണം, പോസിറ്റീവായിട്ട് സംസാരിക്കണം, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് എന്തെല്ലാം ഇന്നുണ്ടോ, എത്ര പണം നമുക്കുണ്ടോ, 1 രൂപയാണെങ്കിൽ 1 രൂപ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടോ, അതിനെല്ലാം നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് 28 ഡേയ്സിന്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ചാനലിൽ. അത് കാണാത്തവരാണെങ്കിൽ അത് കാണുക, അത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം കടന്നു വരുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല മാർഗങ്ങളാണിവ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നിങ്ങൾ ഈ 2 വാക്കുകൾ നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വിജയവും സമ്പത്തും വന്നിരിക്കും. അപ്പൊ നിങ്ങൾ കൊടുക്കേണ്ട വാക്കുകളാണ് സമ്പത്ത് വിജയം, സമ്പത്ത് വിജയം എന്നുള്ളത്. അപ്പൊ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുമല്ലോ. ഇത് നിങ്ങൾ 21 ദിവസം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പെരുമാറ്റത്തിൽ, നിങ്ങളുടെ ചിന്തയിൽ, നിങ്ങളുടെ ചുറ്റുപാടുകളിലെല്ലാം മാറ്റം വരാൻ തുടങ്ങും. അത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ശീലമായി മാറും. ഓട്ടോമാറ്റിക്കായിട്ട് മണി ഈസ് ആൻ എനർജി. അത് നിങ്ങൾക്ക് ചുറ്റും സമൃദ്ധി നിറച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരാൻ തുടങ്ങും. അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയേക്കുക, നിങ്ങളുടെ ജീവിതത്തെ വിജയത്തിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ, ലവ് യു ഓൾ.